യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, 15 നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവമാതാവിനോടൊപ്പം തന്നെ നമ്മൾ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ സ്വീകരിക്കണം. നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് കർത്താവിനെ പോലെ തന്നെ ആയിരിക്കണം. കർത്താവായ യേശു മിശിഹ നമ്മളെ ക്ഷമിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. നമ്മളും ക്ഷമയുള്ളവരായിത്തീരണം. കർത്താവായ യേശു മിശിഹ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. നമ്മളും എല്ലാ കുറവിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, ഈ 15 നോയമ്പിൽ നമ്മൾ കർത്താവിന് ഒപ്പം തന്നെ ഒരു യാത്രയിലാണ്. എന്തിനുള്ള യാത്രയാണ്? പ്രാർത്ഥനയുടെ യാത്ര. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അനുഗ്രഹം കടന്നു വരാനും നമ്മൾ മുഖേന അനേകം വ്യക്തികൾ ഈ അനുഗ്രഹം സ്വീകരിക്കാനും ദൈവത്തോടൊപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിലായിരുന്നു. ഇവിടെ കർത്താവായ യേശു മിശിഹയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ മാതാവ് കാണിച്ച ഒരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തു, ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കൊണ്ടുവന്നു, എന്നിട്ട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിലായിരുന്നു. ഈ 15 നോയമ്പിൽ വിശ്വാസികളായ നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ട ഒരു വലിയ നന്മ, ഒരുമിച്ച് വരിക, പ്രാർത്ഥിക്കുക, ദൈവത്തിന് മുമ്പാകെ അനുഗ്രഹം സ്വീകരിക്കുക. ദൈവത്തിന് മുമ്പാകെ അനുഗ്രഹം സ്വീകരിച്ച ഒരു വിശ്വാസിക്ക് ഒരിക്കലും സഭയിൽ നിന്നും കർത്താവിൽ നിന്നും അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ ഒരിക്കലും അകന്നു പോകത്തില്ല. കർത്താവിൽ നിന്നും അവൻ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, സഭ അവന് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങൾ അവൻ നൽകുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ എത്ര പ്രശ്നം കടന്നു വന്നാലും എത്ര ഭാരങ്ങൾ കടന്നു വന്നാലും അവൻ ഇതിൻ്റെ ഇടയിലെല്ലാം ദൈവത്തിൽ മാത്രം ആശ്രയം തേടിക്കൊണ്ട് പ്രാർത്ഥനയിൽ അവൻ കൂടുതൽ ബലമായിത്തീരും, ശക്തരായിത്തീരും. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന അത് ശിഷ്യന്മാരോടൊപ്പമായിരുന്നപ്പോൾ അല്ലെ അതിനു മുമ്പായിരുന്നപ്പോൾ മാതാവിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയാണ് മാതാവിനെ ഏറ്റവും കൂടുതൽ അനുഗ്രഹവതിയാക്കി തീർത്തത്. നമുക്ക് കാണാം ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും, അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. നമുക്ക് കാണാൻ സാധിക്കും ഇത് തന്നെയാണ്. കർത്താവിൻ്റെ ശക്തിയാണ് ദൈവമാതാവിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ അവൾ ഭാഗ്യവതിയായിത്തീരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഭാഗ്യവാനും ഭാഗ്യവതികളായിത്തീരും. നമ്മൾ പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവത്തില്ല. ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ അഭിഷേകമാണ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. ദൈവത്തിൻ്റെ അഭിഷേകത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ എന്ന വ്യക്തി അനേകം വ്യക്തികളുടെ ഇടയിൽ അനുഗ്രഹമായി തീരും. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ മുഖേന അനേകം വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലും. പ്രിയമുള്ളവരെ, നമ്മൾ മുഖേന കർത്താവായ ദൈവം അനേകം കുടുംബക്കാരെ, അനേകം വ്യക്തികളെ തൊടാനും സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് എല്ലാം ഉയരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി, നമുക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ബലിയായി നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ നമുക്ക് ഈ ഒരു ദിവസം സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.